കാനഡയിലെ ചെറു വിമാനങ്ങൾ കൂട്ടിയിടിച്ച് മലയാളി പൈലറ്റ് ഉൾപ്പെടെ 2 പേരാണ് മരിച്ചത്. കൊച്ചി സ്വദേശിയായ ശ്രീഹരി സുകേഷാണ് മരിച്ചത്. പരിശീലന പറക്കലിനിടയിലായിരുന്നു ഈ അപകടം. സഹപാഠിയായ കാനഡ സ്വദേശിയാണ് മരിച്ച മറ്റൊരാൾ. സൈഫുനീസ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നമുക്കിപ്പം സൈഫുനീസ, ഈ അപകടം, ശ്രീഹരിയുടെ മരണവിവരം അത് വീട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടോ? എന്താണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? എന്തു സംഭവിച്ചു എന്നാണ്? സേതുലക്ഷ്മി, ചൊവ്വാഴ്ച രാവിലെ 8 മണിയോടുകൂടിയാണ് ഈ കാനഡയിൽ വെച്ച് പരീക്ഷണ പറക്കലിനിടെ പൈലറ്റ് കൂടിയായ ശ്രീഹരി സുകേഷ് മരിച്ചത്. തൃപ്പൂണിത്തുറ വടക്കേക്കോട്ട സ്വദേശിയാണ് ശ്രീഹരിയുടെ വീട്ടിൽ ഇന്നലെ രാവിലെയാണ് ഈ സന്ദേശം എത്തിയത്. അതായത് ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച രാത്രിയാണ് ഈ അപകടം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. അവിടുത്തെ പ്രാദേശിക സമയം ചൊവ്വാഴ്ച രാവിലെ, ഇന്നലെ രാവിലെയാണ് ബന്ധുക്കൾക്ക് വിവരം കിട്ടിയത്. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ചർച്ചകളടക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് അവിടെ ഒരു ഏവിയേഷൻ സ്കൂളിൽ പഠിക്കുകയായിരുന്നു ശ്രീഹരി സുകേഷ്. ഈ പരീക്ഷണ പറക്കലിനിടെ സഹപാഠിയായ മറ്റൊരു വിദ്യാർത്ഥിയും സുകേഷും വേറെ വിമാനത്തിലായിരുന്നു, ചെറു വിമാനങ്ങളിലായിരുന്നു. ഇവർ ലാൻഡ് ചെയ്യുകയും പിന്നീട് ഫ്ലൈ ചെയ്യുകയും അങ്ങനെ പോവുകയായിരുന്നു. അങ്ങനെ ലാൻഡ് ചെയ്യുന്നതിനിടെയാണ് ഈ വിമാനം മറ്റൊരു വിമാനത്തിൽ തട്ടുകയായിരുന്നു. പിന്നീട് രണ്ടും താഴേക്ക് പതിച്ച് തീ പിടിക്കുകയുമായിരുന്നു. 2 പേരും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. കാനഡ സ്വദേശിയായ സാവന്ന മെയ്റോമസ് എന്ന് പറയുന്ന 20-കാരിയാണ് മരിച്ച മറ്റൊരു വിദ്യാർത്ഥി ശ്രീഹരി സുകേഷിന്റെ. എന്തായാലും ശ്രീഹരി സുകേഷിന്റെ കുടുംബം നമ്മളോട് സംസാരിച്ചിരുന്നു. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്, ഒപ്പം തന്നെ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതുണ്ട്. അതിന് സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഒക്കെ സഹായം വേണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ 1.5 വർഷമായി ശ്രീഹരി കാനഡയിലാണുള്ളത്. ഈ പൈലറ്റ് ആകാൻ വലിയ രീതിയിൽ ആഗ്രഹിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു ശ്രീഹരി. അതുകൊണ്ടാണ് കുടുംബം ശ്രീഹരിയെ കാനഡയിലേക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി പറഞ്ഞയക്കുകയും ചെയ്തത്. കാനഡയിലെ മാനിറ്റോബ പ്രവിശ്യയിലെ സ്റ്റെയിൻ ബാച്ച് മേഖലയിലാണ്. ശരി സൈഫുനീസ, ദാരുണമായൊരു സംഭവം, സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. പഠിക്കാൻ ഒരുപാട് ആഗ്രഹവുമായിട്ട് പഠിക്കാൻ പോയൊരു കുട്ടിയാണ് ഇപ്പോൾ അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നത്, വിദേശത്ത് വെച്ച്.